നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങളോടൊക്കെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ വെള്ളമൊന്നും കയറിയിട്ടില്ല. അപ്പം കയറി കിടന്ന്. പിന്നെ ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. ഇപ്പോഴേ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം നമ്മുടെ പെരയ്ക്കകത്ത് വെള്ളം കയറിയിട്ടില്ല. ഇന്ന് വേലിയേറ്റം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി. കാരണം ഇനി കയറത്തില്ലെന്ന് തോന്നുന്നു. ഇനി ഏറ്റവും കുറവായിരിക്കുമോ. കയറുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കയറിയനെ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ സന്തോഷം നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഈ വെളുപ്പക്കാലത്ത് 5:30 വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. രാവിലെ ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. എല്ലാ ദിവസവും 4:30 ആകുമ്പം വെള്ളം കയറുന്നതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം പറക്കി മുകളിൽ വെച്ചത് വെള്ളം കയറുമെന്ന് പറഞ്ഞ് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതുവരെയും വെള്ളം കയറിയിട്ടില്ല. ഇനി സമയം മാറ്റമാണോ എന്നറിയത്തില്ല. എല്ലാ ദിവസവും 4:30 ആകുമ്പം റൂമിലെല്ലാം വെള്ളം കയറുന്നതാണ്. അപ്പം ഞാൻ റൂമിലെല്ലാം നടക്കുന്നത്. അപ്പം ഇനി ഞാൻ പുറത്ത് കാണിക്കാം. പുറത്ത് വെള്ളം കയറിയിട്ടില്ല. ഉണ്ടോ? പുറത്ത് വെള്ളം ഇതുവരെ കയറിയിട്ടില്ല. എല്ലാ ദിവസവും ഈ സമയമാകുമ്പം വെള്ളം കൂടി ഇരിക്കുന്നത്. നമുക്ക് പരിക്കകത്ത് പോലും കയറാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മാതിരിയാണ് വെള്ളം. ഇന്ന് നമ്മുടെ മുറ്റത്ത് വെള്ളം പൊടിച്ച് വരുന്നതേ ഉള്ളൂ. ഇനി കയറുമെന്നറിയത്തില്ല. ഇത് കണ്ടോ? ഇപ്പം വെള്ളം കയറുമെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഓരോ ദിവസവും ഓരോ പ്രകൃതിയുടെ ഒരു കളിയാണിതൊക്കെ. അപ്പം ഞാൻ പടിഞ്ഞാറ് വശം ഡോറൊന്ന് തുറക്കട്ട്. അവിടെ വെള്ളം കയറുന്നറിയാം. ഇപ്പം 6 മണിയായിട്ട് 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല, അതുകൊണ്ടാണ്. ഇതുവരെയും വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ ഇനി ചിലപ്പം വെള്ളം കയറും കേട്ടോ. ഇതുവരെയും കയറിയിട്ടില്ല. ഇനി അതുകൊണ്ട് ഞാൻ മുറ്റമൊക്കെ ഒന്ന് രാവിലെ ഒന്ന് അടിച്ചു വാരട്ട്, വെള്ളം കയറുന്നതിന് മുമ്പ്. അപ്പോൾ അതാണ് കാര്യം. ഞാൻ എൻ്റെ ചെരുപ്പ് എല്ലാം പറക്കി അകത്ത് ഇട്ടേക്ക്. കാരണം ഒഴുകി പോകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പറക്കി വർക്കേരിയിലൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു സമാധാനമുണ്ട്. ഇനി പെരയ്ക്കകത്ത് വെള്ളം കയറത്തില്ല എന്നുള്ളത്. അതാണ് കാര്യം. അപ്പോൾ ഇനി രാവിലെ പെരയ്ക്കകത്ത ജോലികളൊക്കെ ഒന്ന് തീരട്ടെ കേട്ടോ. ഇവിടെ എങ്ങും വെള്ളം കയറിയിട്ട്. ഇന്നലെ ഈ സമയത്ത് 5:30 ആവുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കരമായ വെള്ളമായിരുന്നു ഇവിടെ എല്ലാം. ഈ പുറത്തിറങ്ങി വരയ്ക്കകത്തോട്ട് കട്ടിലിൽ നിന്ന് താഴ്ന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതേ രീതിയിലാണ്. അപ്പോൾ ഇനി അടുത്ത എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ശ്രീകുട്ടനും ദേവനും സ്കൂളിൽ പോകാൻ കുളിക്കുന്നു. ഇന്നലെ ഈ സമയത്ത് 2 പേരും വെള്ളത്തിലൊക്കെ ഓടി നടന്ന് കളിച്ച് ചെയ്തു. ദേവൻ ഇറങ്ങത്തില്ല കേട്ടോ. ശ്രീകുട്ടൻ വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. മഴ പെയ്യുന്ന സമയത്ത് പിന്നെ മുറ്റത്ത് വെള്ളം, നമ്മുടെ ഷെയ്ഡിൻ്റെ മേളിൽ നിന്ന് വെള്ളം വീഴത്തില്ലേ, അപ്പം അത് തെറിച്ച് വീണ് നമ്മുടെ ഭിത്തി മൊത്തം ചെളിയാവുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഴയ ഷീറ്റ്, വേലി കെട്ടിയ ഷീറ്റ് നമ്മളത് എടുത്ത് ബാലൻസ് വന്നപ്പോൾ അതെടുത്ത് തറയിലിട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് മഴ പെയ്ത് കഴിയുമ്പോഴോ വേലിയേറ്റം കയറുമ്പോഴോ തെറിച്ച് വെള്ളം നമ്മുടെ ഭിത്തിയിൽ കയറത്തില്ല. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഭിത്തി നിറയെ അങ്ങ് ചെളിയും മണ്ണും തെറിച്ച് വീഴുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടേക്കുന്നുണ്ട്. മഴ പെയ്താലും വെള്ളം കയറത്തില്ല. അപ്പം രാവിലെ പിള്ളേർ സ്കൂളിൽ പോകാനൊരുങ്ങും. അവർക്കും അതൊരു വലിയ സന്തോഷമാണ് വെള്ളം കയറാത്തതുകൊണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം കയറി വരുന്നത് കാണിച്ചത്. ഇപ്പം വെള്ളമില്ല, വെള്ളം ഇറങ്ങി. അപ്പോൾ ഇനി ഇത് പാടെ വലിഞ്ഞൊഴി. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഉണക്കൊക്കെ ഉണ്ട്. കുറേ വെള്ളം ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി. ഇനിയിപ്പം കയറത്തില്ല. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തോന്നും കേട്ടോ, വെള്ളം കയറി വരത്തില്ല. ഏറ്റവും ഇന്നിനി പ്രതീക്ഷിക്കേണ്ട, ഇങ്ങനെയില്ല ഏറ്റവും. അപ്പോൾ ഇനി നാളെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ വേലിയുടെ സൈഡില്ലേ, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമുക്ക് വേലിയേറ്റം കയറുന്നത്. അപ്പം അവർ ആ പുരയിടക്കാർ അവിടെ സൈഡ് വാൾ കെട്ടി അവിടെ മണ്ണൊക്കെ ഇട്ട് പൊക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ വലിയ ശല്യം ഉണ്ടാകത്തില്ല. നമ്മൾ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ മുറ്റത്ത് വെള്ളം കയറി കെട്ടിക്കിടക്കുന്നില്ല. പിന്നൊരു വിഷമമുണ്ട്. സന്തോഷം ഉണ്ടെങ്കിലും ഒരു വിഷമമുണ്ട്. കാരണം മുറ്റമെല്ലാം ചെളിയായി കിടക്കുക. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ്. മുറ്റമായാലും പെരയായാലും ഭയങ്കര ഒരു നമുക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ ഉള്ള ഒരു ഇതാണ്. അപ്പം ഉണ്ടോ, മുറ്റം കിടക്കുന്ന ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ ഇനി നല്ല വെയിലൊക്കെ ആയി കഴിയുമ്പോഴേ നമ്മുടെ മുറ്റം പരിസരവും വൃത്തിയാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഈ മുറ്റത്ത് കയറി കിടക്കുന്ന വെള്ളം
ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴും ഒരു ഉച്ചയോടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇറങ്ങും. ഇത് കുറച്ച് ഇന്ന് വേലിയേറ്റം കുറവായിരുന്നു. നാളെ എന്താ സ്ഥിതി എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തായാലും സ്ഥിതി ഏതായാലും ശരിയാണ്. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിടണം. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോട്ടെ. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കഴിച്ചു, മരുന്ന് കഴിയൊക്കെ കഴിഞ്ഞു, കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് വെള്ളം കയറാത്തതിലുണ്ട് ഒരു സന്തോഷമുണ്ട്. കാരണം അത്രയും ജോലിയും കൂടെ എനിക്ക് കുറഞ്ഞ് കിട്ടി. മറ്റേത് ഞാൻ പെരയൊക്കെ തേച്ച് കഴുകണം, പിന്നെ അത് തുടയ്ക്കണം, ഭയങ്കര ഒരു ജോലിയായിരുന്നു 3-4 ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് ഇന്ന് ഏറ്റം കയറിയില്ല. അപ്പോൾ ഇനി ചോറ് വേവാറായി. പിന്നെ ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം. കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അപ്പം ചെറിയൊരു ചൂരയുടെ കഷ്ണം, വെട്ടിയൂരയുടെ കഷ്ണം ചേട്ടൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു മുളക് കറിയൊക്കെ വെച്ച് ഞങ്ങൾ ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി ഇച്ചിരിയുണ്ട്. അപ്പോൾ ഉച്ചക്കകത്തേക്ക് എനിക്ക് ചേട്ടന് മതിയല്ലോ. അപ്പം പിന്നെ ഇച്ചിരി കക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ 2 വഴുതനയുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വെക്കണം. കാരണം ചേട്ടൻ കക്ക വരാൻ പോയതാണ്. ചേട്ടൻ കക്കായൊക്കെ വാരിയിട്ട് വരുമ്പോഴത്തേക്ക് കറിയൊക്കെ വെക്കണം. ചേട്ടൻ വരുന്ന ഉടനെ ചോറ് കഴിക്കും. കുളിച്ച് റെഡിയായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് വിശപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കക്കായൊക്കെ ഒന്ന് എടുക്കട്ടെ. കറി ഒരുവിധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടന് കക്ക കൊണ്ടുപോകണം. അപ്പോഴേ കുളിച്ചിട്ട് കയറി വന്ന് കറി 2 അപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ. അപ്പുറം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ ജോലികളൊക്കെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ ഇന്ന് വെള്ളം കയറാഞ്ഞപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന്, ഇന്നലെയൊക്കെ വെള്ളം കയറുന്ന ദിവസമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് ജോലികൾ നിൽക്കുമായിരുന്നു. കാരണം വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് വെള്ളം കയറാഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ സാവകാശമാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാം. അപ്പോൾ നമ്മുടെ കക്ക തീയലും വഴുതനങ്ങ നമ്മുടെ കക്കാത്തീയൽ. അപ്പം ഞാനത് 2 എടുത്തു ഇനി കഴിക്കാം. അപ്പം കുറേ ദിവസങ്ങളുണ്ട് ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ ചോറിന്. കാരണം ചേട്ടൻ നേരത്തെ വന്ന് കക്ക വാരിയിട്ട് വന്ന് നേരത്തെ വന്ന് ചേട്ടൻ പിന്നെ കക്ക അവിടെ കുറേ അപ്പുറത്ത് മാറി ഒരാൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവർ പൈസ ഇങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ വെച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ റോഡിൽ വാരി വെച്ച് വിൽക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കുറേ ദിവസം കൊണ്ട് അങ്ങനെ വെക്കത്തില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെ പോകത്തില്ല കക്ക. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് വിൽക്കത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ നേരത്തെ ചോറൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇനി ഞാൻ കഴിക്കാമെന്ന് ചോദിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ നമുക്ക് വടക്കേ നിന്ന് കുഞ്ഞമ്മ കൊണ്ടുവന്നത്. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു. ഇവിടെ വെള്ളം കയറിയതൊക്കെ അറിഞ്ഞത് കാരണം കുഞ്ഞമ്മ ഇവിടെ വന്ന്, എനിക്ക് വയ്യാത്തതൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ എന്നെ കാണാൻ ഇടയ്ക്ക് വരും. എന്നേക്കായും അവർക്ക് വയ്യ, പക്ഷേ എങ്കിലും എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞമ്മ ഇടയ്ക്ക് വരും ഇവിടെ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വരും ഇവിടെ. കുഞ്ഞമ്മയും വരും, അതുപോലെ തന്നെ അപ്പാപ്പനും വരും. അല്ലെങ്കിൽ അപ്പാപ്പൻ ഇപ്പം വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പാപ്പൻ സ്ഥിരം വിളിക്കും കേട്ടോ. എല്ലാ ദിവസവും വിളിക്കും. എങ്ങനെയുണ്ട്, മരുന്ന് കഴിച്ചോ, സുഖമാണോ, അധികം ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ കുഞ്ഞമ്മ എന്നെ സ്ഥിരം കാണാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്ത് വെച്ചോണ്ടേ വരും. വെറുതും കൈയോടെ വരത്തില്ല ആള്. എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സാധനം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് വരും. ഒന്നീ അതൊരു പേരയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ വഴുതനയാണ് എനിക്കാണെങ്കിൽ ഈ വഴുതനങ്ങ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഞാൻ ചോറും കഴിക്കും കേട്ടോ. എനിക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും. ഒരു വഴുതനങ്ങയെ നമ്മൾ പച്ചക്കറി കിട്ടുവാണെങ്കിൽ അത് ഞാനങ്ങ് വെട്ടി വെക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വിശേഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് വെള്ളം കയറിയില്ല, അതാണ് വിശേഷം. അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചതാണ്. ഇനി നാളെ ഇനി കയറുമെന്നറിയത്തില്ലേ. കയറുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കയറിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. കയറരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് പെര തേച്ച് കഴിയുന്നതേ. പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ, നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ അഴുക്കൊക്കെ ഇനി പോരും, അത് വേറൊരു സത്യം. പിന്നെ പിള്ളേർ രാവിലെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ശ്രീമോനുണ്ടെങ്കിൽ അവൻ നമ്മളെ സഹായിക്കും.
അതാണ് കാര്യം. പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കയറുന്നത്. അവന് വെള്ളത്തിൽ കളിക്കാമല്ലോ, അതാ അവൻ്റെ സ്വഭാവം. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇനി വെള്ളം കയറല്ലേ, നമ്മുടെ മുറ്റം നശിച്ച് വാരിപ്പോവും. അതാണ്, മുറ്റമല്ല അങ്ങ് കറക്കും. നമ്മുടെ ഈ ഉപ്പുവെള്ളം കയറുമ്പോൾ മുറ്റം കറുത്തു വരും. ഇനിയിപ്പോൾ ഈ മുറ്റത്തെ അഴുക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മഴ പെയ്തെങ്കിലേ ഈ മുറ്റത്തെ അഴുക്ക് പോകത്തുള്ളൂ, ആ മുറ്റം വെളുക്കത്തുള്ളൂ. കിടക്കുന്ന മെറ്റിലൊക്കെ ഒന്ന് പിന്നെ എല്ലാം അങ്ങ് കറുത്ത് നമ്മൾ ഈ ചാരം വാരി ഇടുമ്പോൾ കറക്കത്തില്ലേ, അപ്പോൾ അതുപോലെ നമ്മുടെ മുറ്റം കറുത്ത് വരും. അത് നമ്മുടേത് മാത്രമല്ല, വെള്ളം കയറുന്ന ഏത് വീടായാലും പുരയിടമായാലും അതുപോലെ തന്നെ കറുത്തു പോകും. അപ്പോൾ ഇനി നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ ഇതങ്ങ് തെളിയും. ഇനിയിപ്പോൾ വലിയ ഏറ്റം കാണാം. ഇതിനിടയ്ക്ക് ഇത്രയും വേലിയേറ്റം കയറാൻ കാരണം ഡാമും കൂടെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡാം തെമ്മല ഡാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാര്യം, ഇത്രയും വെള്ളം കൂടാൻ കാര്യം അതാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ വേലിയേറ്റം വരത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. ഞാൻ ഈ ചോറൊക്കെ കഴിക്കട്ടെ.